ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പാണുള്ളത്. ഒരുങ്ങി നടക്കണം പെമ്പിള്ളാരായ. പിന്നെ ഇല്ലാണ്ടെന്നും ഇങ്ങനെ വിരളി പിടിച്ചിട്ട് എനിക്ക് എഴുതാൻ പറ്റാത്ത കാടനോ കാട്ടാളെ പോലെ നല്ല മാറ്റമുണ്ട് നിനക്ക്. അല്ല ഞാൻ ശരിക്കും സുന്ദരനാണല്ലോ. ഇവിടെ ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പൊന്നു കൂട്ടുകാരെ, എനിക്ക് ഒരു സ്വൈര്യം തന്നിട്ടില്ല. എനിക്കാണ് ഇവളാണ് ഉറക്കത്തിന് എണീച്ചിട്ട്, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടിട്ട് ബിരിയാണി ഉണ്ടാക്കിയില്ല, അതുപോലെ ഇവളിപ്പോ സ്വപ്നത്തിൽ എണീച്ചിട്ട് ഇവക്ക് ബ്യൂട്ടീഷ്യൻ പഠിക്കണമെന്ന്. അത് എന്റെ മുഖത്ത് എന്ത് ചെയ്യാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ ഒരുങ്ങി കൊറേ ഇങ്ങനെയൊക്കെ ഇടൂര്, ഇങ്ങനെ ക്രീമൊക്കെ ഇട്ടിട്ട്. അപ്പൊ പൊന്നുവിന് എന്റെ മുഖത്ത് തന്നെ ഇട്ട് പഠിക്കണം എന്ന് പറയുന്നത്. വേറെ ആരുടെ മുഖം ഇല്ലല്ലോ. അപ്പൊ എന്റെ മുഖത്തിരുന്നാണ് പഠിക്കുന്നത്. കാരണം ഇട്ടേക്കുന്ന കണ്ടോ എന്തൊക്കെയോ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാന്ന്. ആദ്യമായിട്ട് ബ്യൂട്ടി ഞാൻ പറയട്ടെ, ആദ്യമായിട്ട് മുഖത്ത് എന്താ ഇതിനും പറയുന്ന ബ്യൂട്ടീഷ്യൻ ഇടുന്ന, ബ്യൂട്ടീഷ്യൻ അല്ലല്ലോ അതിനെന്താ പറയുന്നേ, ബ്യൂട്ടി പാർലറോ? ബ്യൂട്ടി പാർലറാണോ മുഖത്തിടുന്നേ? ആദ്യമായിട്ട് മേക്കപ്പ് ഇടുന്നത്, അത് പറയാൻ അറിയത്തില്ല. ആദ്യമായിട്ട് മേക്കപ്പ് ഇടുന്നവർക്ക് വേണ്ടിയുള്ള പാഠം ഫസ്റ്റ് നമ്പർ 1. ഞാൻ കുറച്ച് യൂട്യൂബില് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നെ. പക്ഷെ അതിൽ കുറെ എന്തൊക്കെയോ സ്റ്റെപ്പ് സാധനങ്ങളൊക്കെ വേണമെന്നൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും ഇല്ല. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇടേണ്ട സാധനമാണ് മോയ്സ്ചറൈസർ. അപ്പൊ ഇത് നമ്മുടെ ബേബിന്റെ കുഞ്ഞിപ്പെണ്ണിന്റെ ഒരു കുഞ്ഞിപ്പെണ്ണിന്റെ മോയ്സ്ചറൈസർ എടുത്തിട്ട് എന്റെ മുഖത്തേക്ക്. അപ്പൊ ആദ്യം അവിനോന്റെ മോയ്സ്ചറൈസർ ആണ് തേക്കുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി ഇച്ചിരി ഇട്ടു. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ കൂട്ടുകാരും ഇനി പുറത്തേക്ക് പോകുമ്പോ എന്താ പറയാ, ഒന്നും ഒരുങ്ങാൻ അറിയത്തില്ലല്ലോ, നമ്മളിനി എന്ത് ചെയ്യും, എന്റെ മുഖത്ത് പാടൊക്കെ കാണുന്നല്ലോ. അപ്പൊ ഇച്ചേന്റെ മുഖത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെ കണ്ടോ, കാണാവോ നിങ്ങൾക്ക്? നിങ്ങക്ക് കാണാൻ പറ്റും. ഇച്ചിരി കറുത്ത കുരുക്കളൊക്കെ ഉണ്ട് മുഖത്ത്, മൂക്കില്. അല്ല എന്നാല് നെറ്റിയില്. ഇവക്ക് കണ്ടല്ലോ, ഇവക്ക് എന്റെ മുഖത്ത് ഗുരുവൊന്നും ഇല്ല. ഇവക്ക് മേക്കപ്പ് ഇട്ട് പഠിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്. ഇത് മറുകടി മറുകൊന്നും എനിക്ക് ഇവിടെ ഇല്ല. അപ്പൊ ഈ കുരു ഒക്കെ കാണാണ്ടിരിക്കാനൊക്കെ എന്താ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. അപ്പൊ ഞാന് ഫസ്റ്റ് ഇടാൻ പോകുന്നത്, അപ്പൊ പൊന്നു എന്നെ ഒന്ന് മേക്കപ്പ് ചെയ്ത് സുന്ദര കുട്ടപ്പനാക്കാൻ പോവാന്ന് പറയുന്നത്. കല്യാണത്തിനൊക്കെ മേക്കപ്പ് ഇടും. കല്യാണത്തിന് ശരിക്കും ചെക്കന്മാരൊക്കെ കല്യാണത്തിന് മാത്രമല്ലേ മേക്കപ്പ് ഇടുള്ളൂ. നീ കല്യാണത്തിന് മേക്കപ്പ് ഇട്ടായിരുന്നു? ഇല്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ എന്ത് ഇടുന്നതിന് മുന്നേ നമ്മുടെ മുഖത്ത് എന്ത് വേണമെന്നാ പറഞ്ഞവര്, ഞാൻ വേറെ യൂട്യൂബ് ചാനൽ നോക്കി. ഇവള് മൊത്തം പാഠപുസ്തകമാക്കുന്നത് എന്റെ മുഖ. അപ്പൊ നമ്മളെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ക്രീമൊക്കെ ഇടുന്നതിന് മുന്നേ നമ്മുടെ മുഖത്ത് അതൊക്കെ ഇങ്ങനെ ആയിട്ട് ശരിക്കും നമ്മുടെ സ്കിന്നിലേക്ക് കേറാണ്ടിരിക്കാൻ നമ്മൾ അതിനൊരു കോട്ടായിട്ട് നമ്മൾ മോയ്സ്ചറൈസർ തേച്ച് കൊടുക്കണം. ഇതാണ് ഫൗണ്ടേഷൻ. അപ്പൊ ഈ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില്, ഇത് ഞാൻ ഇങ്ങനെ മേടിച്ചത് എല്ലാവർക്കും അറിയാം, നിനക്ക് മാത്രം അറിയാത്തുള്ളൂ. നമ്മുടെ സ്കിന്നിന്റെ കളർ അനുസരിച്ചൊക്കെയാ ഈ ഫൗണ്ടേഷൻ മേടിക്കണ്ടേ. ഞാൻ എന്താ നോക്കുന്നതെന്ന് അറിയാം, ഏറ്റവും വില കുറവിന്റെ മേടിച്ച് വെക്കാൻ. ഇത്ര മതി കേട്ടോ. കണ്ടോ, കാണാവോ? കാണാൻ പറ്റില്ല. ഇത്രയാണ് ഇച്ചേന്റെ മൊത്തം മുഖത്തിന് വേണ്ടിട്ട് എടുക്കുന്നേ. നമ്മള് നല്ല ഇങ്ങനെ 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 കുഴിയൊക്കെ ഉള്ളിടത്ത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. എന്റെ മുഖത്ത് കുഞ്ഞു അങ്ങനെ ഫൗണ്ടേഷൻ ഇടുവാണ്. ആദ്യമായിട്ട് ഇടുന്ന അലർജി ഉണ്ടെങ്കിൽ നാളത്തേക്ക് മൊത്തം കുരു പൊന്തിക്കോളും. എന്നിട്ട് നമ്മള് നല്ലോണം 2 കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇച്ചിരിയും കൂടെ വേണം. നീ കണ്ണടച്ചിരിക്കണം കുഞ്ഞാ. അപ്പൊ നമുക്ക് സാമ്പാർ നീ കണ്ണടച്ചിരിക്കണം. എന്നാല് ഉറപ്പാണോ? ഒരിക്കൽ കഴിഞ്ഞിട്ട് നീ കണ്ണുറക്കാവുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നോക്കരുത്. അയ്യോ മുടിയിലൊന്നും കേറ്റരുതെന്ന് തോന്നുന്നല്ലേ. കുഞ്ഞ് നിനക്കപ്പ അറിയില്ല, നീ കണ്ടിട്ടാന്ന് പറഞ്ഞേ? കണ്ടായിരുന്നു, പക്ഷേ ഇതിന്റെ അളവ് എത്രയാന്ന് അറിയത്തില്ല. വാരി പൊത്തുന്നുണ്ട്. ഇതെന്താ ഭയങ്കര മാറ്റം ഉണ്ടല്ലോ എനിക്ക്. നല്ല പോലെ നമ്മളത് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും കാണുമ്പോ നമ്മൾ ഒരേപോലെ ഇരിക്കണം. ഇവിടെ പോ.
ഇതെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ക്രീമി അല്ലേ ഇട്ടിട്ടുള്ളത്. കണ്ടോ ഒരു മാറ്റം വന്നുണ്ടോ? നല്ലൊരു തിളക്കം വന്നിട്ടില്ലേ? സുന്ദരക്കുട്ടനല്ലേ അല്ലേ? നല്ലോണം പുട്ടി അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നിന്റെ കളറിന്റെ ആട്ടോ. ഇത് നല്ല രസമുണ്ട് കാണാന്. അത് തേച്ചപ്പോഴത്തേക്കും കണ്ടോ സംഭവം മുഖമൊക്കെ സുന്ദരനല്ലേ? പുറത്തൊക്കെ പോകുമ്പോ അല്ലേ? എനിക്ക് ഇഷ്ടമായിച്ചേ ഇങ്ങനെയൊക്കെ ഒരുങ്ങി നടക്കുന്നേ അല്ലേ? നിനക്ക് ഇഷ്ടല്ല? ഒരുപാട് ഓവർ ആക്കരുത്, പക്ഷെ ഇത് വേണം. ഇനി നമുക്ക് അടുത്തത് പറഞ്ഞിട്ടുണ്ട് കോമ്പാറ്റ് പൗഡർ വേണം. കോമ്പാറ്റ് പൗഡറോ? പക്ഷേ കോമ്പാക്ട് അങ്ങനെ എന്തോ പൗഡറോ? അങ്ങനെ എന്തോ ഒരു പൗഡർ വേണം. എന്തൊക്കെയോ സാധനങ്ങളുണ്ടല്ലേ ശരിക്കും മേക്കപ്പ്. അതൊക്കെ ശരിക്കും അറിയണം. പക്ഷെ നമുക്ക് കോമ്പാക്ട് ഒന്നും ഇല്ലാത്ത കാരണം നമ്മുടെ കയ്യില് അന്ന് കുഞ്ഞുവിന്റെ ഹിമാലയൻ കോമ്പാക്ട് പൗഡർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബേബി പൗഡർ ആണ് യൂസ് ചെയ്യുന്നത്. ബേബി പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പം ബേബി പൗഡർ നമ്മളെ കയ്യിലേക്ക് ഇത്തിരി എടുക്കുക, എന്നിട്ട് അടിച്ചു കൊടുക്കുക. അതായത് അപ്പൊ ആണ് കറക്റ്റ് ഒരു ലെയർ ആയിട്ട് വരും. നല്ല മണമുണ്ട് കേട്ടോ. അപ്പൊ നല്ല മാറ്റമുണ്ട് നിനക്ക്. അല്ല ഞാൻ ശരിക്കും സുന്ദരനാണല്ലോ ഞാൻ അല്ലേ? അപ്പൊ ഇച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി പൊരുകുള്ളത് കാരണം നമ്മൾ അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ണൂർക്കല്ലേ? എന്ത് പരിപാടി കാണിച്ചു എന്റെ മുഖത്ത്? എന്ത് പരിപാടി? പിരിവൻ നോക്ക്, കാടനെ പോലെ ഉണ്ട്. കാടനോ? കാട്ടാളെ പോലെ ഉണ്ട്. ഒറിജിനലാ നിന്റെ? ഒറിജിനൽ അല്ല. നീ എന്താ കാണിച്ചു ഇപ്പൊ? അതുകൊണ്ട് എന്താ എവിടെ നീ എഴുതിയത്? അറിയത്തില്ല. ഇത് തെളിയുന്നവരല്ലേ മൊനമ്പില്ല കണ്ടോ? പിന്നെയാണത്. അപ്പൊ നമ്മുടെ പുരുവത്തിൽ ഇങ്ങനെ എഴുതണം എന്നാ പറയുന്നവര്. നിനക്ക് അറിയില്ല. എടാ എനിക്ക് ബ്യൂട്ടീഷ്യൻ ആവണമെന്ന് ഭയങ്കര ആഗ്രഹം. കണ്ണടച്ചിരിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ സംഭവിക്കുക ഇനി അടുത്തിടാൻ പോകുന്നത് ഫിഷോടാണ്. കണ്ണെടുക്കുക, കണ്ണ് മുറുക്കടക്കണേ. അപ്പൊ നമ്മൾ ആദ്യം ഇടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഒരു ഷെയ്ഡ് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ അതിന്റെ മേലെ കളർ ഇടുമ്പോഴാണ് പിടിക്കുക. അപ്പൊ ഞാൻ സംഭവിക്കുക ഈ കളറാണ് ഫസ്റ്റ് ഇടാൻ പോകുന്നത് കേട്ടോ. സ്കിന്നിന്റെ കളറാണ് സംഭവിക്കുക ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നമ്മളിന്റെ കണ്ണ് നല്ലൊരു ഭയങ്കര ഒരു ബ്യൂട്ടി കണ്ണാണ്. ഇഷ്ടല്ല നിനക്ക് അങ്ങനെ കേൾക്കാൻ? നിനക്ക് ഇഷ്ടല്ലേ? പിന്നെ അപ്പുറത്തും സെയിം അളവിൽ തന്നെ വേണം ഇടാൻ. ഇതിങ്ങനെയാണ് ഇടേണ്ടത്. ഇങ്ങനത്തെയൊക്കെ കളർ അടിക്കുന്ന കൂട്ട് ബ്രഷും ഒക്കെ മേടിക്കാൻ കിട്ടും. പെട്ടെന്ന് ഇടാൻ പറ്റത്തില്ല ചേ. നീ അന്നിട്ട പോലെ ഇത് കണവണാന്ന് ഇടുന്നതല്ല. ഞാൻ നല്ല സുന്ദരിയാക്കി എടുത്തരും. പിന്നെ കണ്ണിന്റെ താഴെ ഉറങ്ങാണ്ടിരിക്കുമ്പോ ഒരു കളറൊക്കെ വരും നമുക്ക്. മേക്കപ്പ് ഇട്ട് ആനനെ ചേനയാക്കാന്ന് പറയുന്നത് വെറുതെ അല്ലേ? ആനനെ ചേനയാക്കാവോ? അല്ല അറിയത്തില്ല. ഞാൻ അങ്ങനത്തെ ഒന്നും പഞ്ചാര കേട്ടിട്ടില്ല, പഴഞ്ചൊല്ലി കേട്ടിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് ഇട്ട് കൊടുക്കണം തറ്റത്ത് കൂടെ. നമ്മൾ ഇനി ഇടുമ്പോ ഇങ്ങനെ തറ്റത്താണ് ഇടേണ്ടത്. സുന്ദരിയായി കാണണോ? കളറൊക്കെ ഇട്ടിട്ടുള്ള ഒരു സുന്ദരിയായിട്ട് കാണണ്ടേ? നീ കളർ ഇട്ടു കണ്ണിലേക്ക് ഇങ്ങനെ ആക്കിയിട്ടൊക്കെ നല്ലതല്ലേ? നിനക്ക് ഇഷ്ടാന്ന് പറയാറില്ലേ? അങ്ങനെ കാണണ്ടേ നിനക്ക് തന്നെ? അപ്പൊ നീ പഠിക്കാൻ നന്നാലല്ലേ ഞാൻ പഠിക്കുള്ളൂ. നീ കണ്ണടച്ചിട്ട് വാ. കണ്ണടച്ചിട്ട് ഇച്ചിരി അടുത്ത് കൂട്ടുകാർ കാണിച്ചെടുക്ക്. അപ്പൊ ഇങ്ങനെയാണ് ഇച്ചേന്റെ കണ്ണ് നമ്മൾ ആക്കിയിട്ടുള്ളത്. ഞാൻ കണ്ണ് തുറക്കുമ്പോൾ കണ്ണ് തുറക്കുമ്പോ നീ കാണത്തില്ല, കണ്ണടയ്ക്കുമ്പോൾ നീ കാണത്തില്ല. കണ്ണടയ്ക്കുമ്പോഴാണ് അങ്ങനെ ഇരിക്കണേ. തുറന്നോക്ക് മേലോട്ട് വെക്കണേ. ഇനി താഴെ ഇങ്ങനെ നമ്മൾ ഈ കോർണറിൽ കൂടെ ഉള്ളി പോവാണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം. കൊറേ പരിപാടി ഉണ്ട് ഇതിന്. തേക്കണ്ടോ? രസല്ലേ? എന്റെ മോനെ കണ്ണൊക്കെ കളർ നോക്ക്. ചുവന്ന കണ്ണ് അല്ലേ? അടിപൊളിയായിട്ടുണ്ട്.
ആ എനിക്ക് ഐഡിയ കിട്ടി. കണ്ണ് കാണാന് എനിക്ക് കാണണ്ട എങ്ങനെയാ അത് തൂത്ത് കളയല്ലേ കുഞ്ഞാ. നോക്കട്ടെ നോക്കട്ടെ. ഇതൊന്നും കാണുന്നില്ലല്ലോ കുഞ്ഞാ. അങ്ങനെ കാണൂലേ ചിരിക്കുന്ന നിന്റെ ചീക്ക് എവിടെയാ നോക്കട്ടെ. അപ്പൊ ഇവിടെ കേട്ടോ ഈ ഒരു സ്പോട്ട് ഉണ്ടോ, അവിടെ ഒരു ലൈറ്റ് ഇങ്ങനത്തെ ഒരു കളർ വേണം, എന്നാലാണ് ചിരിക്കുമ്പോ നല്ല കിടാച്ചിയായിട്ടിരിക്കുള്ളൂ. അപ്പൊ നമുക്കത് ആപ്പിൾ പോലെ ഇരിക്കുള്ളൂ അല്ലേ? അത് ഇതിന്റെ ലിപ്റ്റിക്കും കൊണ്ട് ഇടണ്ടെന്നാ പറഞ്ഞേ. ലിപ്റ്റിക് ഇല്ല നമുക്ക് നമ്മുടെ കയ്യില്. നമുക്ക് എനിക്കൊരു ലിപ്റ്റിക് മേടിച്ചേ ചേച്ചാണ്. പിന്നെ കുറച്ച് മൂക്കിൽ ഇങ്ങനെയാണ് ഇടുന്നത്. ഇപ്പൊ മൂക്ക് ഇങ്ങനെ ചുമന്നിരിക്കണം. ഇവിടെ ചേച്ചാണ് അങ്ങനെ പറയുമ്പോ എല്ലാം ചെയ്ത് തരണം കേട്ടോ. ഞാൻ നന്നായി പഠിക്കണ്ടേ. അപ്പൊ നമ്മള് കണ്ണ് എഴുതാൻ പോവാണ്. നമ്മുടെ കയ്യില് ഇപ്പൊ കുഞ്ഞാഴ്ച കൊടുത്തിട്ടാണ് ലാക്മീന്റെ ഒരു ഇങ്ങനത്തെ പെൻസിലിന്റെ കണ്ടോ, ഇങ്ങനെ തിരിക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ നിന്ന് എടാ കണ്ട നീ ഇത് ഇങ്ങനെ തിരിക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ നിന്ന് പെൻസിൽ വരുന്നുണ്ടോ മോനമ്പ്. ഇതെന്താന്നറിയോ? കൺമഷി. എനിക്ക് ഇത് കുഞ്ഞാഴ്ച കൊടുത്തുവിട്ടപ്പോഴാണ് ഇങ്ങനത്തെയാന്ന് അറിഞ്ഞത്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇങ്ങനെ കണ്ണെഴുതുന്നേ അല്ല, എനിക്ക് മറ്റേ ഐലൈനർ മേടിച്ചപ്പോ ഞാൻ എഴുതി നോക്കിയായിരുന്നു. ഞാൻ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോ സ്കൈ ബേബിന് അത്ര പ്രായമുള്ളപ്പോ എനിക്ക് കണ്ണെഴുതിട്ടുണ്ടാവൂലേ? കണ്ണെഴുതി ഇവിടെ ഒക്കെ പൊട്ടു വരുമായിരുന്നു. അല്ല കുഞ്ഞാ മിണ്ടരുത് കുഞ്ഞാ. എന്താ വലിയ കാര്യം ഞാൻ ചെയ്യുന്നറിയോ? ഈ കണ്ണ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഈ കണ്ണ് എഴുതി കൊടുക്കാം. നമ്മൾ ഒരു കണ്ണ് എഴുതിയിട്ടാണ് അപ്പുറത്തെ കണ്ണ് എഴുതാവുള്ളൂ. അല്ലാണ്ട് രണ്ട് കണ്ണോട് എന്ത് മണ്ടത്തരാ പറയുന്നേ? നീ വലുതാവുമ്പോ നിനക്ക് അമ്മ എഴുത്തരും ഇതുപോലെ. അതിന് പ്രാക്ടീസ് ചെയ്യുന്നു എന്റെ മുഖത്ത്. നീ കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ കള്ള. കണ്ണോർക്കരുത് കേട്ടോ. കണ്ണോർക്കരുത്. നമ്മള് ഇങ്ങോട്ട് അടുത്തേക്ക് വാ. അപ്പൊ നമ്മള് മേലത്തെ ലെയർ ചുരുക്കല്ലേടാ. കണ്ണ് നിവർത്തി പിടിക്കാനോ? മുറുക്കി അടച്ചിട്ട് ഇങ്ങനെ പുരുകം പൊക്കി പിടിക്കേ. കണ്ടോ? തുറക്കല്ലേ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇച്ചിക്ക് മേലെ മാത്രം കണ്ണ് എഴുതി കൊടുക്കാനാ. അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യില് ഇതെനിക്ക് ഇച്ച മേടിച്ചു തന്നൊരു ഐലൈനർ ആണ്. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കില് എഴുതിയ പാട് അങ്ങുണ്ടല്ലോ വെള്ളം അങ്ങ് വറ്റും അല്ലേ? കണ്ണടക്ക്. ഞാൻ എഴുതട്ടെ. അനങ്ങരുത് കേട്ടോ. കുഞ്ഞു അനക്കരുതേ. കണ്ണെഴുതുമ്പോ ഇങ്ങനെയല്ല നിങ്ങക്ക് തോന്നുക. ആയിക്കില്ല കുഞ്ഞ, നീ ഇങ്ങനെ വിരളി പിടിച്ചിട്ടാ എനിക്ക് എഴുതാൻ പറ്റാത്ത. അപ്പൊ നമ്മള് മേലെ എഴുതിയിട്ടുണ്ട് കേട്ടോ. കണ്ണടച്ച് നോക്കി ഭയങ്കര രസമുള്ള കാര്യമല്ല. ഒന്ന് തുറക്കട്ടെ. ആന്നോ? തുറക്ക്. നല്ല തുറക്ക. മേലെ എങ്ങനെ ആയിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. മൊത്തം കരിയായിപ്പോ. ആ തുറന്നു. മെല്ലെ തുറന്നു. ഉണങ്ങി. എത്ര പെട്ടെന്ന് ഉണങ്ങിട്ടാ. തുറന്നോ, പേടിക്കണ്ട, കരക്കില്ല. നിങ്ങൾ നല്ല രസമല്ലേ കണ്ണ് കാണാന്? ഷേപ്പുള്ളൊരു കണ്ണല്ലേ. അപ്പൊ നമുക്ക് എന്താ പറയുന്നത്, ഇത് ഈ കൺപീലിക്ക് ഒരു സാധനം ഇങ്ങനെ ഇടും. എന്താ പറയുക, ഇങ്ങനെ ഒരു ബ്രഷ് പോലത്തെ. അയ്യോ പേര് ഈ ഐലൈനർ ഇല്ലേ. അപ്പൊ അതും കൊണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ അത് ഇച്ചിരി ഹൈലൈറ്റ് ചെയ്തേക്കും. ഇച്ചിരി അടുത്തോട്ട് വായിച്ചേ. നീ എന്റെ മുഖത്ത് കളിക്കല്ലേ. അടക്കി കണ്ണടക്കി. അങ്ങനെ പിടിക്കണം കേട്ടോ. എന്റെ മോൻ എത്ര കാര്യങ്ങളൊക്കെ ചെയ്യണല്ലേ ഈ പെൺപിള്ളേർ മേക്കപ്പ് ഒക്കെ ഇടുന്നവര്. സമ്മതിക്കണ്ടേ? പക്ഷെ എല്ലാ പെൺപിള്ളേരും മേക്കപ്പ് ഇടില്ലല്ലോ. ചില ആൾക്കാർ മേക്കപ്പ് ഇടുന്ന ആൾക്കാർ സമ്മതിക്കണം കേട്ടോ. എത്ര നേരാ ആദ്യം എന്റെ മുഖത്ത്. പക്ഷെ ഇതിന്റെയൊക്കെ പേര് ഓർത്ത് വെക്കുന്ന അമ്പ സംഭവം അല്ലേ. എനിക്ക് കാണാൻ പേടിയാവും. നീ കണ്ണെ കുത്ത. അതുകൊണ്ട് ഇല്ല, നീ കണ്ണടച്ചേക്ക്. അപ്പൊ ഇതൊന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട.
എല്ലാവർക്കും ഉണ്ടാവും, എനിക്ക് മാത്രമേ ഇല്ലാത്തതെന്ന് തോന്നുന്നു. കുറച്ച് ഒരുങ്ങി നടക്കണം പെൺപിള്ളേരായ, പിന്നെ ഇല്ലാണ്ട് എന്തോന്ന്. എടാ എനിക്ക് ഒരുങ്ങി പഠിക്കാൻ വേണ്ടിട്ടാ നിന്റെ അടുത്ത്. എനിക്കിങ്ങനെ ഒരുങ്ങി എങ്ങനെ ഉണ്ടാവും അറിയാം. നീ കണ്ണു തുറന്നാണ്, മെല്ലെ തുറക്കണേ. തുറക്ക് വെച്ചേ, തുറക്ക്. എടാ തുറന്നാട്ട്, അങ്ങനെ തുറന്നാവുന്ന കണ്ണിലെങ്ങനെ ആക്കുമ്പോ കണ്ണിൽ ഇക്കിളിയാവും. അപ്പൊ കണ്ടോ കൺപീര് തെളിഞ്ഞാണെന്നുണ്ടോ? ആണോ? ആണോ? നോക്ക് അടുത്തോട്ട് നോക്ക്. ഇപ്പൊ അല്ലേ കണ്ടോ അടിയിലത് കാണാൻ പറ്റുന്നില്ല നിനക്ക്? അപ്പൊ നമ്മൾ അടിയില് കൂടെ കൊടുക്കണം. ഇല്ല, കണ്ണിലാണ് മൊത്തം കളി. അപ്പൊ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയില് കണ്ണ് എഴുതി കൊടുക്കണം. ഒന്നെങ്കിൽ ഇങ്ങനെ മാത്രം എഴുതാം. ഇങ്ങനെ എഴുതാം. നല്ല രസല്ലേ? നല്ല രസമുണ്ട്. പക്ഷെ ഇച്ചക്ക് അങ്ങനെ അറ്റം മാത്രം എഴുതുന്ന ഇഷ്ടമല്ല അല്ലേ? ശരിയാ. കണ്ണൊക്കെ വെള്ളം വരുന്നു. ആദ്യമായിട്ട് കൺവിൻസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇച്ചേന്റെ കണ്ണിന്ന് വെള്ളം വരുന്നുണ്ട്. കരീന കപൂറിനെ പോലുണ്ടല്ലേ കാണാനിപ്പോ അല്ലേ? ആക്കുന്നില്ല ഞാൻ കാര്യമായിട്ടും. എന്റെ മോനെ കണ്ണ് കിട്ടും കുഞ്ഞ നിനക്ക്. ഇന്നലെ തൊട്ട് പൊട്ടിക്കാൻ തുടങ്ങിയതാ കണ്ണ് കിട്ടുന്ന. കണ്ടോ കണ്ണ് നോക്കിച്ചേന്റെ ഞാൻ അടിപൊളിയായിട്ട് എഴുതി കൊടുത്തിട്ടില്ലേ? ഇല്ലേ? ഇനി ഈ കണ്ണും കൂടെ എഴുതട്ടെ. ഇവിടെ വാ. എന്റെ എന്റെ മോളാരപ്പേട്ടയിലെ ഒരു വവ്വാല് പിടിച്ച ഒരു മൂടാച്ച. കേട്ടിട്ടുണ്ടല്ലേ? ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഉള്ളത്. എന്ത് നോ 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 ചെക്കനങ്ങ് സുന്ദരനായപ്പോഴേ നോട്ടെ. ഇനി കണ്ണടുത്ത് കാണിച്ചു കൊടുക്കും ഞാൻ എഴുതിയതൊക്കെ. അപ്പൊ നമ്മൾ ഇത്ര മാത്രം എഴുതാവുള്ളൂ കേട്ടോ. അടിയില് ലൈറ്റ് ആയിട്ട് എഴുതി കൊടുക്കുക, മേലെ ഇച്ചിരി നല്ലോണം ഈ നടുക്കത്തെ ഭാഗം ഇങ്ങനെ പൊന്തി എഴുതി കൊടുക്കുക. അത് ലൈറ്റ് ആയിട്ട് എഴുതുമ്പോൾ തന്നെ അങ്ങനെ ആവുന്നുണ്ട് കേട്ടോ. നല്ല രസത്തിൽ ഞാൻ കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇച്ചിരി മുടി എടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ചുരുട്ടുക, എന്നിട്ട് ഇവിടെ ഇടുക. അപ്പൊ നമുക്ക് ചുരുട്ടാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെ പെൻസിലെടുത്തു. നമുക്ക് പെൻസിലുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ പണ്ടത്തെ മോഡലായിരിക്കും, പക്ഷെ നമ്മളൊക്കെ ഓൾഡ് ഡേയ്സ് നമ്മളിപ്പോഴല്ലേ പഠിക്കുന്നത്. അപ്പൊ ഇതായിരിക്കും സ്റ്റൈല്. അങ്ങനെ ഊതല്ലേ. അപ്പൊ ഇച്ചിരി റോസ് കളറിന്റെ നമുക്ക് ഇതിട്ടു. ഇത് ഒഴിഞ്ഞു വേടാ ചുണ്ടോ ഇങ്ങനെ ആക്കിക്കേ. ഇത്ര മതി കേട്ടോ. എനിക്ക് അധികം ചുണ്ടൊന്നും ചുമന്നിരിക്കുന്ന അങ്ങനെ ഇഷ്ടമല്ല. ഭയങ്കര ബോറായിരിക്കും അല്ലേ? ഇത് ഇപ്പൊ കുഴപ്പമില്ലല്ലോ അല്ലേ? എടാ മീശ പിരിക്കല്ലേ? മൈക്കിൾ ജാക്സനെ പോലെയല്ലേ ഇപ്പൊ കാണാൻ തന്നെ. എന്നിട്ട് നമ്മുടെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ മുടിയൊക്കെ ഇട്ട് ഇങ്ങനെ വേണം നമ്മൾ പുറത്ത്. അപ്പൊ എനിക്ക് മേക്കപ്പ് ഇടാൻ അറിയാലേ? നീ അടിപൊളിയായിട്ട് കുഞ്ഞാ അല്ലേ? നമ്മളിങ്ങനെ ഒരുങ്ങിയൊക്കെ നടക്കുമ്പോ നല്ല രസം ഉണ്ടാവും കാണാന്. നമ്മൾ പണ്ട് ഇങ്ങനെ താത്തക്കുട്ടിയായി കളിക്കൂലേ? നീ കളിച്ചിട്ടുണ്ടോ അങ്ങനെ? ഞാൻ കളിച്ചിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ തോർത്ത് ഇത് രണ്ടായിട്ട് ഇങ്ങനെ മടക്കും. എന്നിട്ട് ഇങ്ങോട്ട് വാ, അടുത്ത് വാ. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ വെച്ച് കെട്ടും നമ്മള്. അയ്യോ കണ്ണടച്ചു പിടിച്ചോ. മെല്ലെ അടുത്ത് വാ. ഇറങ്ങിപ്പോയി. ശരിക്കും നമ്മള് ഷാളും കൊണ്ടാണ് കളിക്കേണ്ടത്. അപ്പോഴാണ് ശരിക്കും മനസ്സിലാവുക. എല്ലാം പോയി. അപ്പൊ കൂട്ടുകാരെ, എന്റെ സിമ്പിൾ മേക്കപ്പ് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട
ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ പറയണം. ഞാൻ ഇങ്ങനെയൊക്കെ ഇത്രയും രീതിയിൽ നമുക്ക് ഒരുങ്ങിയൊക്കെ നടക്കുകയാണെങ്കിൽ നല്ല രസമുണ്ട്. കണ്ടോ സാമ്പ ഒരു പെണ്ണായിരുന്നു ഇങ്ങനെ ഇരുന്നേനെ. രസമുണ്ടല്ലേ? സാമ്പാറിന്റെ കണ്ണൊക്കെ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതിന്റെ ഇടയിൽ കൂടെ ഗോൾ അടിക്കണം. സ്കൈ ബേബി വലുതാകുമ്പോ എന്നെ പോലെ ഉണ്ടാവും. അപ്പൊ കൂട്ടുകാരെ ഇങ്ങനെ ഒരുങ്ങി നടക്കണം. അപ്പൊ ഇച്ചയ്ക്ക് ഞാൻ ഒരുങ്ങാൻ പഠിച്ച എൻ്റെ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഞാൻ കണ്ടു പഠിച്ചത് ഇച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും ഞാൻ ഇനി ഒരുങ്ങി നടക്കുക. അപ്പം ഇനി ഫൗണ്ടേഷനും പൗഡറും കൊണ്ട് നമ്മൾ എങ്ങനെ ഒരുങ്ങാന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പൊ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സാമ്പാറിനെ ഇന്ന് ഒരുക്കിയതിൽ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുക. ഇച്ചേന്റെ കണ്ണൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയാ. അടുത്ത കൊണ്ടൊന്ന് കാണിച്ചു കൊടുക്കും കൂട്ടുകാർക്ക്. വീഡിയോ മറ്റു വീഡിയോ നാളെ കാണാം. കരിമീരിക്കുരുവിയെ കണ്ടീല ചിരമടിച്ചില്ല മൊലി കേട്ടീല നിന്റെ പണ്ടേ